എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പൊറ്റയിൽ, നമുക്ക് തിരുമല കഴിഞ്ഞ് വരുന്ന സ്ഥലമാണ് പൊറ്റയിൽ. അപ്പോൾ നമുക്ക് പൊറ്റയിൽ നമുക്ക് ഏകദേശം ഒരു 25 വീടോട് കൂടിയ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്കൊരു വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ ബാഗിൽ കാണുന്ന ഈ അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് 4 ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് 4 അറ്റാച്ച്ഡ് ആണ്. നമുക്ക് 2 കാർ വരെ ഫ്രണ്ട് ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ച് വരുന്നുണ്ട്. നമുക്കിവിടെ തമ്പാനൂരും 10 കിലോമീറ്റർ, നമുക്കിവിടെ എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വില്ലയ്ക്കകത്ത് റോഡ് വരുന്നത് 5 മീറ്ററാണ് നമുക്ക് റോഡ് വരുന്നത്. 2 കാർ വരെ ഒരുമിച്ച് പോകാനുള്ള വലിയൊരു റോഡാണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസമുണ്ട്. ഈ വീട് ചെയ്യുന്ന വാസ്തുപ്രകാരമാണ്, അതുപോലെ കിഴക്ക് ദർശനത്തിനാണ് നമുക്ക് വീട് വരുന്നത്. നമുക്ക് വീട് ചെയ്യുന്ന ഒരു ബോക്സ് ടൈപ്പ് നമ്മളെ കണ്ടംപററി ഡിസൈനിലാണ് നമുക്ക് വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വൈറ്റ് കളറാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കരിങ്കല്ല് ഒത്തും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റ് വന്നിട്ട് നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മളൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് മതിലിൽ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ടെയിലാണ് പാനൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ചെറിയൊരു ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, നമുക്ക് ലൈൻ കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2000 ലിറ്ററിന്റെ വലിയൊരു ടാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടെറസിൽ ഒരു 1000 ലിറ്ററിന്റെ ടാങ്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഇവിടെ 3000 ലിറ്ററിന്റെ ടാങ്കാണ് വരുന്നത്. നമുക്കിവിടെ കിണർ ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ കിണർ ബോർബില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 68 ലക്ഷം രൂപയായിട്ട് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോൺ ചെയ്യാൻ പറ്റും. മുറ്റത്ത് നമ്മുടെ ഇന്റർലോക്ക് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഇന്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആർട്ടിക്കൽ ഗ്രാഫ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് സിറ്റ് ഔട്ട് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ഗ്ലാഡിംഗ് വർക്ക് ചെയ്യുന്ന നമ്മുടെ കരിങ്കല്ല് പോത്താണ് നമുക്ക് ഗ്ലാഡിംഗ് വർക്കിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വില്ലയ്ക്കത്തുള്ള ഈ വീട് 68 ലക്ഷം രൂപയുടെ വീട് കാണാൻ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് 68 ലക്ഷം 70 ലക്ഷത്തിൻ്റെ വേറെ വീടുകളും നമുക്ക് സെയിലിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട് കാണാൻ വരുന്നവർക്ക് എന്തായാലും നമുക്ക് ഈ വീട് മാത്രം കണ്ടു പോകേണ്ടി വരില്ല, ബാക്കിയുള്ള വീടുകൾ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൽ നമുക്ക് ചെറിയ ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റൗട്ടിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ലിവിംഗ് ഏരിയ വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയയാണ് വരുന്നത്. നമുക്ക് എത്ര ഇഞ്ച് ടി വി ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടി വി യൂണിറ്റിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ഫ്ലൈവുഡിലാണ് നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി ഫ്ലൈവുഡിലാണ് നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിലെ ഫോർ സീലിംഗ് നമ്മൾ നല്ല കളർഫുൾ ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫാം ലൈറ്റാണ് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയ രീതിയിൽ ഷോക്കേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷനിലോട്ട് പോകുന്നിടത്ത് നമുക്ക് കബോർഡ് വർക്ക് ചെയ്താണ്. നമുക്ക് പാർട്ടീഷൻ തിരിച്ചാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട് നമുക്ക് 13x15 നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് 4x2 ടേലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയ അടുത്ത് വരുന്നത് നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ. അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് 12x11 നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസും വരുന്നുണ്ട്. വാഷ് ബേസ് കൗണ്ടർ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വാഷ് ബേസ് കൗണ്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് നമുക്ക് വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫോർ സീലിംഗ് നമുക്ക് കളർഫുൾ ആയിട്ടാണ് ഫോർ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഫാം ലൈറ്റാണ് വരുന്നത്. നമുക്കിവിടെ ഫാനും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഓപ്പൺ കിച്ചണോട്ട് വരുന്നത് നമുക്ക് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്കിൽ നമുക്ക് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. കിച്ചൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 11x14 നമ്മുടെ കിച്ചൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നമുക്കൊരു ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കബോർഡിൽ നമുക്ക് വൈറ്റ് കളറും അതുപോലെ നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് വരുന്നത്. നമ്മുടെ കബോർഡിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി അതിനുള്ള പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആക്സസറീസ് ആണ് നമ്മുടെ കിച്ചണിന് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ചിമ്മിനി വരുന്നുണ്ട്. നമ്മുടെ വാട്ടർ പ്യൂരിഫൈയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 2 സിങ്കാണ് വരുന്നത്. നമുക്ക് കിച്ചണിൽ നിന്ന് ബാക്ക് വരുന്നത്. നമുക്കിവിടെ വർക്ക് ചെയ്തൊക്കെയുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ തന്നെ നമുക്ക് നനകല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ വേസ്റ്റും കാര്യങ്ങളും കത്തിക്കുള്ള അതിനൊരു പോർഷനും ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് സിലിണ്ടർ വയ്ക്കുള്ള സ്പേസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ഫോർ സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 13x13 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്കിവിടെ ചെറിയൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ CCTVയുടെ നമ്മുടെ കണക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. നമുക്ക് ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. അതുപോലെ നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്.
ഡൈനിങ് സെക്ഷനിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ് വരുന്നത്. നമ്മുടെ സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന വുഡ് നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. നമുക്ക് സ്റ്റെയർ കയറുന്നിടത്ത് നമ്മളിവിടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പർഹോളയും വരുന്നുണ്ട്. നമുക്ക് പർഹോളയിൽ നമുക്കൊരു ഫാൻസി ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ ഹാളിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു സ്റ്റോറേജ്, നമുക്കൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് 13x13 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. 4 വാഷ്റൂം നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. നമുക്ക് ഇതിനോട് ചേർന്ന് നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വാഷ്റൂം, അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് ഹാളിൽ നിന്ന് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 13x13 നമ്മളെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂമിൽ നിന്ന് കബോർഡ് നമുക്ക് വലിയ കബോർഡാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഇവിടെ നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ വന്നത് നല്ല ഹൈ ക്വാളിറ്റി ഡോറാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാനുള്ള ഒരു ഡോർ വരുന്നുണ്ട്. നമ്മുടെ ഡോർ വന്നത് സ്ലാവാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ അതേ മോഡലിൽ തന്നെയാണ് നമുക്ക് ഡോർ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. അതിവിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കരിങ്കല്ല് ഒത്ത് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലെ ഗ്ലാസ് ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ 10mm ഗ്ലാസ് ആണ് വരുന്നത്. ഈ വില്ലയ്ക്കുള്ള ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന വീട്ടിൽ നമുക്ക് ആൾ താമസമുണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട് 11x12 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു വാഷ്റൂം തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ട്രെൻഡിങ്ങുള്ള ടൈലാണ് വരുന്നത്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സ്റ്റെയർ കയറി വരുന്നിടത്താണ് നമുക്ക് ടെറസിലോട്ട് വന്ന ഡോർ വരുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഡോർ വരുന്നത്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടെറസിൽ 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. ഈ വീട് നിൽക്കുന്ന നമ്മൾ 4 സെൻറ്റിലെ 1700 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ച് വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ കിഴക്ക് ദർശനത്തിലാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 68 ലക്ഷം രൂപയുടെ നമ്മൾ നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട് നിൽക്കുന്ന നമുക്ക് കിഴക്ക് ദർശനത്തിലാണ് വീട് വരുന്നത്. വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പൊറ്റയിലാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീട് വരാൻ ആർക്കും താല്പര്യമുണ്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കും താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആണ്. അതുവരെ എല്ലാവർക്കും ബൈ.